സാബിറാൻ്റെ മോനാ? പിന്നെ വെള്ളത്തിലൂടെ ശ്വാസം കിട്ടാം. വയനാട് പറ്റിയ വെള്ളത്തിൽ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇവിടെ ബാത്റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് സെപ്പറേറ്റ്. അപ്പം നമ്മൾ നേരത്തെ വിട്ടതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടിതാ അതൊക്കെ ഫാം കണ്ടൊക്കെ. ഇനി കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. നീച്ച പോയതാണ്. ദാസും സാബിറൊക്കെ ഇതാ മക്കളല്ലേ. ഹായ്. അപ്പം ഞങ്ങളുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഞങ്ങൾ എണീറ്റിട്ടുള്ളൂ ഇപ്പോൾ എണീറ്റുള്ളൂ. ആസുമൊക്കെ വന്നത്, സാബിയൊക്കെ വന്നത് സമയം എന്താ പറയാ, പാതിരാത്രി കണക്കാ. എത്ര മണിക്കാണ് വന്നത്? 2:20 വന്നത്. അപ്പം നട്ടന്മാരൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും എന്താ പറയുക കിടന്നുറങ്ങി. ഞാനും എനിക്കും ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു. തലേന്നത്തെ ഉറക്കം ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇതിപ്പോൾ ഞങ്ങൾ പുലർച്ചെയാണ് കേട്ടോ. അവിടെ രാവിലത്തെ മോർണിംഗ് എന്താ പറയുക, അപ്പൊ ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇതാ ഇപ്പൊ ഇങ്ങനെ നിൽക്കണം, നോക്കണ്ട, ഞങ്ങള് പുലികളാണ്. അല്ല ഇവിടെ ലൈറ്റില്ല. ലൈറ്റ് അപ്പുറത്തെ ലൈറ്റ് ഇതിൽ വെള്ളം വെച്ച് പോയി. ഈ വെള്ളം പുതിയ വെച്ചല്ലോ ഇത്. എന്താണ് ഇതൊരു ചെറിയൊരു അടിപൊളി കേട്ടോ. ഇത് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണല്ലേ. പുറത്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കാം. എന്താ ലൊക്കേഷൻ നോക്കി മക്കളെ, അടിപൊളി. കൈ കഴുകാനും നമുക്ക് ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കണം. അതാ ഇവിടെ നമുക്ക് ചിക്കനൊക്കെ ചുട്ട് തിന്നാനുള്ളതാണ്. പിന്നെ കുഴിമന്തി ഉണ്ടാക്കുന്നതാണെന്ന് ഇല്ല. അടിപൊളി. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ഇവിടെ പോവാതെ തോന്നുന്നില്ല. അത്രയും നല്ല രസമുള്ള സ്ഥലം അല്ലേ. തുളസി. ഈ ഫാമാണ് നമ്മളവിടുന്ന് കണ്ടത്. എന്താ കരിമ്പാ? എന്താ കരിമ്പാണെന്ന് തോന്നുന്നത്. അപ്പോൾ തുളസിക്കതിരൊന്നെടുത്തിട്ട് നുള്ളി ഒന്ന് കഴിക്കട്ടോ. ചെടികളാണ് അതൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ എന്താ, ഇതാണ് ഫിഷ് സ്പാ അല്ല,
ഫിഷ് ഉണ്ട് കേട്ടോ. ആ ഫിഷ് 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 അങ്ങനെ ഫിഷ് ഉണ്ട് ഇവിടെ. ഇതിലുണ്ട് ഫിഷുകളൊക്കെ. ഇവിടെ സ്റ്റെപ്പ്, ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ റീൽസ് ചെയ്യാനൊക്കെ പറ്റിയ കേട്ടോ. ഇതൊക്കെ ചെറിയ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ എത്ര ഭാഗങ്ങൾ ഓരോ ഭാഗത്തുണ്ട് മക്കളെ. അടിപൊളി അടിപൊളി ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളെ മീറ്റിംഗ് തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് ഇങ്ങനെ നോക്കാം. ഇതൊരു എൻട്രിയാണ്, അതിങ്ങനെ പോകുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ. എന്താ ചെറിയാണല്ലേ, ചെറി അങ്ങനെയുള്ള ചെടികളും ഉണ്ട് കേട്ടോ അവിടെ. ആ ചെറിയ കായ്ച്ചിരുന്നു. മാഷാ അല്ലാഹ്. ഊഞ്ഞാലതാ ഇരുന്ന് ആടാൻ പറ്റിട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിടുകയാണ്. ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ, ചായയൊക്കെ കുടിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ ചായപ്പൊടി നോക്കിയപ്പോൾ ചായപ്പൊടി കാണാം. പാൽപ്പൊടി ഉണ്ട്, ഷുഗറുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് റാന്തലുണ്ടല്ലേ, ചെറിയൊരു ഗാർഡനാണ്. അതിലൊക്കെ നല്ല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ആയിവാ അടിപൊളി ചെടി അല്ലേ. അതൊക്കെ എന്തൊക്കെ ഔഷധ ചെടികളാണോ, ഇത് ഫ്രൂട്ട്സാണോ എന്നറിയില്ല. നോക്കട്ടെ. എന്താ മധുര അമ്പായം. ഓ നമ്മൾ കായ്ച്ചിക്കണോ? ആ കായതാ. ഇത് സർവ്വസുഗന്ധി. ഇതിന്മേ സുഗന്ധം കാണാനില്ല. അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതെന്താ കൃഷ്ണ തുളസില്ലേ, തുളസിയാണ്. നെല്ലിക്ക, വെള്ളത്തിന് അതേപോലെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. ഇതിവിടെ അറിയാൻ ഞങ്ങളാട്ടോ. ഞാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവരെ കൂടാട്ടോ, അത് അരയന്നങ്ങളുടെ കൂടാണ്. രാവിലെ പ്രശ്നക്കാരല്ലോ. അതിലൊന്നും ആൾക്കാരില്ല കേട്ടോ, അതിലേ അവരുള്ളൂ. ഇതെന്ത് സാധനം? എന്തപ്പഴല്ലേ ഇത്? എന്തപ്പഴാണ് ഒരു പുളിപ്പ് കായ ഉണ്ട്. തിന്നാൻ പറ്റില്ല. ഒരു പുളിപ്പ് കായ ഉണ്ട് ഇതിൽ. ഇതെന്താ, എന്താ മരം? പിടുത്തം കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാട്ടോ. ഈ ഭാഗമൊക്കെ ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഇങ്ങനെയുള്ള എൻട്രി ഞങ്ങളത് വരുന്നത്. ഓക്കെ, ഇതാണ് ഞങ്ങളെ എൻട്രി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല. രാത്രി എത്തിയത്. ആസും സാധ്യയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഉണ്ട് പോകുന്നത് കേട്ടോ. പോന്നപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആടാനൊക്കെ ഒരു തോന്നല്. നല്ല രസം. മാഷാ അല്ലാഹ്. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പ് ഊഞ്ഞാലിലൊരാട്ടം നല്ലതല്ലേ. അപ്പോൾ ഞാൻ ആടിക്കൊണ്ടിരിക്കട്ടോ. ഹായ് വാ, അടിപൊളി. അപ്പോൾ മക്കളെ ഇന്ന് മീറ്റപ്പുള്ള ദിവസമാണ് കേട്ടോ. നല്ല ബിസിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കുളി നടത്തണം. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടിയും ചായപ്പൊടി, ഇതാ പാൽപ്പൊടി ഒക്കെ, ഷുഗറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ഇക്ക പോയിപ്പോൾ കൊണ്ടുവന്നതാണിത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു അച്ഛൻ എല്ലാം കൂടെ കിടന്നിട്ട് നമ്മുടെ മുടി തുടങ്ങിയിരിക്കുന്നു.
അവരെ കുളിയിലാണ് കേട്ടോ. ഇത് ഗ്ലാസിൻ്റെ ഒരു പാക്കറ്റ് ഇതാ, ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോവാം. കഴുകണം. നമ്മളിപ്പോൾ ഇവിടെ 1 2 3 ഞങ്ങൾ 3 ആള്, പിന്നെ ഇവർ 3 6 ആള്, അങ്ങനെ 9 ആൾ ഞങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 6 ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ തുറന്നിട്ട് അതിലൊക്കെ അതൊക്കെ സെറ്റ് ഞാൻ കാപ്പി എടുത്തിട്ടോ. കാപ്പിക്ക് നല്ല മധുരത്തിട്ട് നല്ല അതൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് കാപ്പി ഇതിൽ എത്ര പാർപ്പിൾ ആവുന്നില്ല. അത് ഇതാണ് ജർമ്മൻ്റെ സാധനങ്ങൾ. ജർമ്മൻ്റെ കാപ്പി അത് ഞാൻ പറഞ്ഞു. ഞാൻ ഏതേത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ജർമ്മൻ ഇതൊക്കെ എവിടെ പോയിട്ട് അവിടെ ഉണ്ട്. ഒരു സ്റ്റോറുണ്ട്. ഇവരെ സ്റ്റോറിലല്ലേ? ശരി. അപ്പോൾ പോലെ ആസാം ചായ ഉണ്ട്. ആസാം ടീ അതല്ല, അത് നെസ്കഫെ. അതിൻ്റെ അപ്പുറത്തുള്ള അത് ചായയുടെ ഇത് റെഡ് പാരഡൈസ് ഉണ്ട് പേര് പറഞ്ഞാൽ. അതല്ലേ? ആസാം ടീ, പിന്നെ പഞ്ചസാര, പാൽപ്പൊടി ഇതെല്ലാം ഞാൻ കാണിച്ചിരുന്നോ. അപ്പോൾ ഏതായാലും ഞാൻ ജർമ്മൻ ടീ അല്ല കോഫി കുടിക്കട്ടെ കേട്ടോ. അത് പുറത്ത് പോയിട്ടൊന്ന് എൻജോയ് ചെയ്ത് കുടിക്കാൻ വിചാരിച്ചത്. ഞങ്ങൾ പിന്നെ നാട്ടിൽ ചെറിയൊരു കട ഉണ്ടാകും ജ്യൂസിൻ്റെ ഇതൊക്കെ ആയിട്ടേ. അപ്പോൾ അത് മരണ ചൂട് കാരണം നിൽക്കാൻ പറ്റാതായിട്ട് ഞങ്ങൾ ഒരു ദിവസം വെറുതെ ഇതിന് പോയി. മൂന്നാർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോരാൻ തോന്നല്ല. പക്ഷേ ഫ്രോസൺ അല്ല, കണ്ടിട്ടുണ്ടോ? പഴത്തിന്റെ അത് കണ്ടിട്ടുണ്ടോ? പച്ച പച്ച കളറുള്ള കമ്പനിയാണ്. അതെ. അത് പിന്നെ നമ്മളിവിടെ ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം പുറത്ത് നമ്മളൊരു ഫാക്ടറി മാത്രമാണ് നമ്മളിത്. കേരളത്തിൽ പല ടീമാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഒരു പച്ച പാക്കിംഗ് ആയിട്ട് ഞാൻ അവിടെ സ്വീറ്റ് കോണിന്റെ പോപ്കോണിന്റെ ഒക്കെ കടയുന്നു അവിടെ. അപ്പൊ ഈ ഗ്രീൻ പീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഇതൊക്കെ വരുന്നുണ്ട്. പച്ച പാക്കിങ് ഇതായിട്ട് നമ്മളെ ഇന്ത്യന്റെ പ്രൊഡക്റ്റ് കർണാടക ഇവിടെ ചെന്നൈയിലുണ്ട്. നമ്മുടെ ഹോട്ടൽ ബാംഗ്ലൂരും ഉണ്ട്. ആ ബേസ് ചെയ്തിട്ട് എപ്പോഴും ഉണ്ടാവും. നമുക്ക് അതിൽ റോളില്ലാതെന്ന് വെച്ചാൽ ഫാക്ടറിയും മാത്രമേ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ടുള്ള അധികം ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പൊ തന്നെ കുറച്ച് വീട്ടിലെ റാപ്പാൻ്റെ ഉപ്പാൻ അനിയൻ്റെ മോന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എടുത്തുവിടുന്നത് നമ്മളെ കയ്യിലായിട്ട് സാധനം നമ്മൾ ഓൺ പ്രൊഡക്റ്റാണ് ഈ സാധനം. വൈഫൈ ഉണ്ടാവും അവിടെ ഉണ്ടാവും. പിന്നെ വീഡിയോ വിടാൻ ഞാനേ ഇതിവിടെ പോലും ചുരുങ്ങിയത്